ഇന്ത്യയിലെ വിവിധ US കോൺസുലേറ്റുകളിൽ ഡിസംബർ മാസം നടക്കേണ്ട H1B വിസ അപ്പോയിന്റ്മെന്റുകൾ കൂട്ടത്തോടെ മാറ്റിവെച്ചത് വിസ സ്റ്റാമ്പിങ്ങിനായി കാത്തിരിക്കുന്ന H1B വിസ ഉടമകൾക്കും പുതിയ അപേക്ഷകർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുതിയ H1B വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പരിശോധനയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി ജനുവരിയിൽ യുഎസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച H1B വിസ ഉടമകളാണ് പ്രധാനമായും ആശങ്ക നേരിടുന്നത്. പലർക്കും 2026 മാർച്ച് മാസത്തിന് ശേഷമാണ് പുതിയ അപ്പോയിന്റ്മെന്റ് തീയതി ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ഇവരെല്ലാം ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ സാഹചര്യമാണ് നേരിടുന്നത്. ഇത്തരമൊരു പ്രതിസന്ധി തുടരുന്നതിനിടെ 2025 H1B വിസ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപേക്ഷകന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. H1B വിസ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ജൂൺ 20 അപേക്ഷ സമർപ്പിച്ചെങ്കിലും പ്രോസസ് ചെയ്യുന്നു എന്നാൽ തുടരുന്നതല്ലാതെ സ്റ്റാറ്റസിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ യുഎസിലേക്ക് പോകണോ എന്ന സംശയത്തിലാണ് ഇദ്ദേഹം. ജോലി ലഭിച്ച കമ്പനിയിൽ നിന്ന് ജർമ്മനിയിലേക്കും ഓഫർ ലഭിച്ചതിനാൽ യുഎസിന് പകരം ജർമ്മനിയിലേക്ക് പോകണോ എന്ന് അദ്ദേഹം മറ്റ് റെഡിറ്റ് യൂസർമാരോട് ചോദിക്കുന്നു. റെഡിറ്റ് പോസ്റ്റ് ഇങ്ങനെയാണ്: 2025 സാമ്പത്തിക വർഷത്തിലെ H1B ലോട്ടറിയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ അപേക്ഷ 2025 ജൂൺ 20 പതിവ് പ്രോസസ്സിങ്ങിന് വിധേയമായി. അതിനുശേഷം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സ്റ്റാറ്റസ് കാണുന്നത്. ഇതുവരെ അപ്ഡേറ്റുകളൊന്നുമില്ല. മുൻ വർഷങ്ങളിൽ സഹപ്രവർത്തകർ അവരുടെ H1B സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ ഇത് ഇതിനകം തന്നെ ഒരു കാര്യമായ കാലതാമസമായി തോന്നുന്നു. അതിനു പുറമെ H1B ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ റീഷെഡ്യൂൾ ചെയ്തുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ കാണുന്നു. ഇത് വളരെ നീണ്ട കാത്തിരിപ്പാണ്. ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ 2025 ഡിസംബർ അല്ലെങ്കിൽ 2026 ജനുവരിയിൽ എൻ്റെ അപേക്ഷ അംഗീകരിച്ചാലും എത്ര വേഗത്തിൽ ഒരു ഇന്റർവ്യൂ സ്ലോട്ട് ലഭിക്കും? ഇത് 2027 തള്ളിവിടാൻ സാധ്യതയുണ്ടോ? അതോ നേരത്തെയുള്ള സ്ലോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ? വിസ സ്റ്റാമ്പിങ്ങിനായി മാത്രം അത്രയും കാലം കാത്തിരിക്കേണ്ടതുണ്ടോ? നിലവിലെ കമ്പനിയിൽ നിന്ന് ജർമ്മനിയിൽ ഒരു ജോലി ഓഫറും ലഭിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വവും പ്രോസസ്സിംഗ് കാലതാമസങ്ങളും വിസ ഇന്റർവ്യൂ ബാക്ക്ലോഗുകളും കണക്കിലെടുക്കുമ്പോൾ ജർമ്മനി ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണോ എന്നിങ്ങനെ ചോദിച്ച് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. പോസ്റ്റിന് താഴെ പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ ഉയർന്ന നികുതിയും കുറഞ്ഞ ശമ്പളവും കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പലരുടെയും മുന്നറിയിപ്പ്. അതിനാൽ സ്വന്തം രാജ്യത്ത് തന്നെ തുടരാനാണ് ചിലരുടെ ഉപദേശം. അതേസമയം H1B വിസ ഉടമകളും അപേക്ഷകരും നേരിടുന്ന നിലവിലെ പ്രതിസന്ധിയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. വിസ കാലതാമസ വിഷയത്തിൽ യുഎസുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കോൺസുലർ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിലും മാറ്റിവെക്കുന്നതിലും പലരും നീണ്ട കാലയളവിലേക്ക് കുടുങ്ങിക്കിടക്കുന്നു. ഇത് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ചൂണ്ടിക്കാട്ടി.